ഹായ് കാൻഡീസ്. ജൂൺ ഫസ്റ്റ് വീക്കിന് ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂറിന് പോയിരുന്നു. ടു കൂർഗ്, നാടുകാണി ആൻഡ് ഊട്ടി. അപ്പോൾ ഞങ്ങൾ പോയൊരു ജീപ്പ് സഫാരിയെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഊട്ടിയിലേക്കുള്ള വഴിമധ്യേ മിസ്റ്റി ക്രൂസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. അവിടുത്തെ റോയ് സാറ് ഞങ്ങൾക്ക് മുതുമല ടൈഗർ റിസർവിലേക്കുള്ള ഒരു ട്രെക്കിംഗ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റിസോർട്ടിൽ നിന്നും റിസർവിലേക്ക് ഏകദേശം 30 മിനിറ്റാണ് ട്രാവൽ വരിക. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് സാറ് ചെയ്തിരുന്നു. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴി നിറയെ വളരെ മനോഹരമായ റോഡും ഇരുവശത്തും നിറയെ ഫോറസ്റ്റുമായിരുന്നു. കുറേ ഇടങ്ങളിലൊക്കെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റി. കൂട്ടം കൂടി നിൽക്കുന്ന പുള്ളിമാനുകൾ, മേയാനിറങ്ങിയ ആനക്കൂട്ടം, ചെറുചാറ്റലിൽ പീലി വിടർത്തി ആടുന്ന മയിൽക്കൂട്ടം, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ കണ്ണൻ എന്ന പേരുള്ള ഡ്രൈവർ ഓടിച്ചിരുന്ന ജീപ്പിൽ ഞങ്ങളുടെ സഞ്ചാരം തുടങ്ങി. ആ ചേട്ടൻ തമിഴായിരുന്നു. എനിക്ക് അറിയാവുന്ന തമിഴൊക്കെ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചു. നമ്മൾ പോകുന്ന റോഡിൻ്റെ ഒരു വശം പൂർണ്ണമായും കാടും മറുവശത്ത് ഒരു റിസർവോയറുമാണ് ഉള്ളത്. ആയതിനാൽ വേനൽക്കാലമാകുമ്പോൾ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്ത് വന്ന് കുടിക്കാനേ നിർവാഹമുള്ളൂ. ഞങ്ങൾ പോയത് ഒരു ഓപ്പൺ ജീപ്പിലായിരുന്നു. കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മൃഗങ്ങളെയൊക്കെ കണ്ടു തുടങ്ങി. കൂടുതലും മാനുകളും മയിലുകളുമാണ് കേട്ടോ ഉള്ളത്. ആ ചേട്ടൻ കയറി നേരം തൊട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് കടുവയുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മാൻകൂട്ടമുണ്ട്. ഇവയെല്ലാം കാണാനും അതിൻ്റെ ഫോട്ടോ എടുക്കാനും വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും മുടക്കിയ ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാറുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാം എന്നാ ചേട്ടൻ പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ട്രക്കിന് പോയിട്ടുണ്ട്. പക്ഷേ ആ പോയത് ഒരു കേസ്ഡ് ആയിട്ടുള്ള ജീപ്പിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തും മൃഗങ്ങൾ പുറത്തുമായിരിക്കും. സോ ഞാൻ അങ്ങനെ പോയിട്ടുള്ളത് കാരണം ഇതൊരു ഓപ്പൺ ജീപ്പായപ്പോൾ ഞാൻ വളരെ കാഷ്വലായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ചേട്ടൻ പറയുകയും ചെയ്തു, ഇതിനകത്ത് വലിയ മൃഗങ്ങളെ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാലേ കാണാൻ പറ്റുള്ളൂ, മൃഗങ്ങളൊന്നും അങ്ങനെ വരില്ല. ഇപ്പം പൊതുവെ അവിടെ ഡ്രിസിലും റെയിനി സീസണും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ അധികം കാണാനും പറ്റില്ല എന്നൊക്കെ ആണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇതൊരു ട്രാവലർ ജീപ്പും കൂടെ ആയതുകൊണ്ട് ഐ വാസ് സിറ്റിംഗ് കൂൾ. കുറച്ച് മുമ്പോട്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്കും വീണ്ടും ഈ പറഞ്ഞതുപോലെ കുറേ മാൻകൂട്ടത്തിനെ കണ്ടു. ഇഷ്ടം പോലെ മാൻകൂട്ടം ഉണ്ട് കേട്ടോ. അവർ ചെറിയ ഡ്രസ്സിലുള്ളത് കൊണ്ട് അവയെല്ലാം നല്ല അവരുടെ നേച്ചർ ആയിട്ടുള്ള അവരുടെ ഹാബിറ്ററ്റിൽ അവരിങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല റോഡും നല്ലൊരു സീനറിയും ഒക്കെ ഉള്ളൊരു ഒരു പാത്താണ്, ഒരു ട്രെയിലാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ക്ലൗഡും ആ ക്ലൈമറ്റും എല്ലാം കണ്ടപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ വീഡിയോ എടുക്കാൻ തോന്നും. അത്ര ക്ലിയർ സ്കൈയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ട്രെയിൽ ഇങ്ങനെ നമ്മൾ തുടർന്ന് കുറച്ച് ദൂരം പോയി. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് ഉള്ളിലോട്ടൊരു ഗ്രാമമുണ്ട്, അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് വരെ നമുക്ക് പോകാൻ പറ്റും. അതാണ് ഡെഡ് എൻഡ്. അത് കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല. ആ ഡെഡ് എൻഡ് എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയൊരു വില്ലേജ്, ഒരു റൂറൽ ഏരിയ ആണ്. ആ നാട്ടിലുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ ക്യാറ്റിൽ ഫാമിംഗ് ഉണ്ടായിരുന്നു അത്രേ. പക്ഷേ ഈ കടുവ ഇറങ്ങി അതിനെ ഹണ്ട് ചെയ്യുന്നത് കാരണം ഇത് കേരളത്തിൽ കൊണ്ട് ഇതിനെ ക്യാറ്റിൽസിനെ എല്ലാം വിറ്റു എന്നൊക്കെ ഈ ചേട്ടൻ പറഞ്ഞു. നമ്മളതെല്ലാം കേട്ട് അവിടെ നിന്ന് ഒരു ചായക്കെ കുടിച്ച് നിന്നപ്പോഴത്തേക്കും ചെറിയ ഡ്രിസ്സിൽ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ യാത്ര പിന്നെ അവിടെ നിന്ന് റിട്ടേൺ എടുക്കുന്നതിൻ്റെ പാതി വഴിയായപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമുക്കിതല്ലാണ്ടൊരു വേറൊരു ട്രെയിലുണ്ട്, നമുക്ക് അവിടെ കൂടെ പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടൻ തന്നെ നമ്മളെ വേറൊരു ഡിറക്ഷനിലോട്ട് കൊണ്ടുപോയി. പക്ഷേ ആ പോകുന്ന വഴിക്ക് ഉള്ള മൃഗങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ കൂട്ടം കൂടി നിൽക്കുന്ന മാനിനെ അത്രയ്ക്കൊന്നും വിസിബിളി കാണാൻ പറ്റിയില്ല. 1-2 ഇടത്ത് കാണാൻ പറ്റിയതേ ഉള്ളൂ. പക്ഷേ അതൊരു ഭയങ്കര നേരത്തെ കണ്ടതിൻ്റെ അത്ര ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു വിഷനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ നല്ല മഴയുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ്, നല്ല റോഡ്, നല്ല ട്രെയിൽ. നമ്മൾ അതെല്ലാം ആസ്വദിച്ച് ആ വെതറെല്ലാം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്നു. കുറേ ദൂരം പോയി. അപ്പം ഞാൻ വിചാരിക്കാൻ ചെയ്തു, ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന, പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാമല്ലോ എന്ന് ഞാൻ എന്നെ വിചാരിച്ചു. ഞങ്ങളെന്നെ പോവായിരുന്നു. അപ്പോഴും ചേട്ടൻ പറഞ്ഞു, പൊതുവേ ഇങ്ങനെ ഈ റോഡിലൂടെ ആരും ഞങ്ങളെ കൊണ്ടുവരാറില്ല, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു സാർ, നിങ്ങൾ പാരുക എന്നൊക്കെ പറഞ്ഞ് ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ പെട്ടെന്ന് കുറച്ച് ജീപ്പുകൾ നിർത്തിയിരിക്കുന്നത് കണ്ടു. ജീപ്പുകൾ നിർത്തിയിരിക്കുന്നത് കണ്ടതും ഈ ചേട്ടൻ കടുവ ടൈഗർ എന്ന് വിളിക്കുന്നതും ലൈക്ക് ഇറ്റ് വാസ് പെട്ടെന്നായിരുന്നു. ആൻഡ് ഇത് കണ്ടുടനെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാൻ ആകെ ഷോർട്ടായിപ്പോയി. ലൈക്ക് ഞാൻ കേജ്ഡ് അല്ല, ടൈഗർ കേജ്ഡ് അല്ല, രണ്ടുപേരും കേജ്ഡ് അല്ലാണ്ട് ഇത്ര റോ ആയി കാണുന്നത് ആദ്യമായിട്ടാണ്. ആൻഡ് ദ ഫീലിംഗ് ദറ്റ് കെയിം ഇൻ ടു മൈ മൈൻഡ് ഇസ് അൺഎക്സ്പ്രസിബിൾ. ഈ ബഹളമൊക്കെ കേട്ടിട്ടാണോ എന്തോ അത് പതുക്കെ അവിടെ നിന്ന് എണീറ്റ് ആൻഡ് ഒരു ഹ്യൂമങ്കസ് ആയിട്ടുള്ളൊരു ജീവി
it walked off silently with so easiness, enjoying the nature. എന്ന് പറയുന്നത് was like a blissful moment for me. ലൈക്ക് ആ ചേട്ടൻ പറയുന്നുണ്ട്, ചേച്ചി വീഡിയോ എടുക്കുക, ആ പുള്ളിക്കാരൻ്റെ എക്സൈറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ അത് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കെട്ടിയവൻ മൊത്തം വീഡിയോയും എടുക്കുന്നുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ലക്കിലി വി ഗോട്ട് ഇറ്റ്. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാഡ്. To feel the majestic creature in such a close proximity is just like wow. ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്ത് ആൾക്കാർ വന്നിട്ട് അവർക്ക് കാണാൻ പറ്റാണ്ട് പോയതാണ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് ആ ചേട്ടൻ പറഞ്ഞു. മേ ബി അത് ഞങ്ങളുടെ ഭാഗ്യം ആയിരിക്കാം ചേട്ടൻ പറഞ്ഞതുപോലെ. ഇത്ര ബ്ലിസ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ് ഞങ്ങൾക്ക് കാണാനും ക്യാപ്ചർ ചെയ്യാനും പറ്റിയല്ലോ. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു. സൈനിങ് ഓഫ്, കോട്ടൺ ക്യാൻറ്റീൻ.